Yet another roast video. Forest roast Salar. So the story starts with friendship, friendship, friendship. I like it, but I don't like it in this movie. പ്രത്യേകം പ്രഭാസിന് ചൈൽഡ്ഹുഡിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മൂക്കുകൊണ്ടം ആരോ കട്ടുകൊണ്ടുപോയി. അത് മേടിക്കാൻ വേണ്ടിയിട്ട് പ്രഭാസും പ്രത്യേകം കൂടെ ഒരുത്തിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അവനൊരു മരലിനെ ഇടിച്ചിട്ട് തരാമെന്ന് പറയും. പക്ഷേ പൃഥ്വിക്ക് വിശ്വാസമില്ല. കാരണം ഇത്രയും ചെറിയ കുട്ടി ഇങ്ങനെ അത്രയും വലിയൊരു മരലിനെ അടിച്ചുള്ളൂ. പക്ഷേ പ്രഭാസ് ആരാണ്? ഡൈനോസറിന് എന്ത് മരൽ ഒക്കത്തിനെ അടിച്ചിടുന്നുള്ള മൈൻഡിൽ നേരെ ഇലക്ട്രിക് വയർ കട്ട് ചെയ്ത് പോസ്റ്റിൻ്റെ മേലെ കട്ടിംഗ് ബ്ലെയർ വെച്ച് അവിടേക്ക് മരലിനെ കൊണ്ടുവന്ന് അതിനെ തള്ളിയിട്ട് കട്ടിംഗ് ബ്ലെയർ അതിൻ്റെ തലയിലടിച്ച് ഷോക്കായി വരുമ്പോൾ ഇങ്ങനെ നടത്തിച്ച് ഒരു പോയിന്റിലെത്തിക്കാം. അവിടെ അവനൊരു വയറ് കറണ്ട് കമ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരലൻ ഇവനെ പിടിക്കുമ്പോൾ ഇവൻ കറക്റ്റായിട്ട് ആ കമ്പി പിടിക്കും. ഷോക്കടിച്ച് മരലൻ അവിടെ വീഴും. ഇവൻ ബോധം കെടും. എന്നിട്ട് പ്രതി വന്ന് തട്ട് കുത്തി എണീപ്പിക്കുമ്പോൾ പറയും, അവിടെയാണ് പഞ്ചിൻ്റെ പഞ്ച് ഡയലോഗ്. ഇനിയെങ്ങാനും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇലക്ട്രിക് വയറായിരിക്കില്ല, ഇലക്ട്രിക് പോസ്റ്റ്. പോവാം. അപ്പോഴേക്കും ഇവിടെ ബാങ്കിൻ്റെ റയോട്ടൊക്കെയാണ് ആൾക്കാർ സ്ഥലം പിടിച്ചെടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ പ്രഭാസും അവൻ്റെ വീട്ടിലെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ വീടിനെ ആക്രമിച്ച അമ്മേനെ ക്യാപ്ചർ ചെയ്യാനുള്ള സെറ്റപ്പിലായിരുന്നു വില്ലന്മാർ പോണത്. അതായത് അവിടെ ഒരു ടെറിട്ടറിൻ്റെ ഒരു മെയിൻ ആളാണ്. ഇവർ പോയിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും രക്ഷിക്കാൻ നമ്മുടെ പൃഥ്വി വരും. എന്നിട്ട് കുറേ സ്ഥലം വളൻ്റെ രൂപത്തിൽ എറിഞ്ഞു കൊടുക്കും. ആ പിച്ചിൽ നിന്നൊക്കെ അവർ അവിടെ നെസാം. അതിൻ്റെ ഇടയിൽ ഒരു ഡയലോഗുണ്ട്, ഈ ഡീലിങ്സ്, അതായത് ഈ ലാൻഡ് കൊടുത്തല്ലോ, അതാരും അറിയണ്ടെന്ന്. അത്രയും ഏക്കർ കണക്കിനുള്ള സ്ഥലം, ഒരു ടെറിട്ടറിയാണ്, അത് ഒരാൾക്ക് കൈമാറിയത് ആരും അറിയണ്ടാന്ന്. ഡ്യൂഡ്, വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ശരി, ഒളിച്ചു വെച്ചിരിക്കുക പറയാം. ഇത്രയും വലിയ സ്ഥലമൊക്കെ ഒരാളുടെ പേരിൽ കൊടുക്കുമ്പോൾ അത് എന്തായാലും എല്ലാവരും അറിയരുത്. എന്തിനാണോ അങ്ങനെ ഒരു ഡയലോഗ് അവിടെ കുത്തിക്കയറ്റിയത്. അങ്ങനെ പ്രവാസിനി അമ്മനെ ഒരു നാട് കിടത്തും. ഇവിടെ ഇരിക്കുന്ന സേഫല്ല ഉണ്ട്. പ്രസൻറ്റ് 2017. അവിടെ നമ്മുടെ ശ്രുതി അല്ല, ഈ ശ്രുതി വേറെ ശ്രുതി. ഈ ശ്രുതി US നിന്ന് അമ്മയുടെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. നല്ല ആവശ്യമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇഷ്ടം പോലെ ലേക്സ് ഉണ്ട്, അവിടെ ഒഴിക്കാനൊന്നും പോരാ. ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വരണം. നമ്മുടെ ഉഗ്രം സീൻ റിക്രിയേഷനാണ്. ಸನ್ನಿವೇಶ ತುಂಬಾ ಕ್ರೂರವಾಗಿರಬೇಕು. അങ്ങനെ ശ്രുതി എത്തിയതും കുറച്ച് ഗ്യാങ്സ് അവളിനെ പിടിക്കും. അപ്പോഴേക്കും വേറെ കുറേ ഗ്യാങ്സ് അവളിനെ രക്ഷിക്കും. എന്നിട്ട് പ്രഭാസിൻ്റെ അമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ടീച്ചറിൻ്റെ വേഷത്തിൽ കള്ളപ്പേരിൽ കൊടുക്കും. എനിവേ പിന്നെ തുടങ്ങും വെറുപ്പിക്കൽ. അയ്യോ, ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി കിട്ടി. ആണ് നമ്മുടെ സലാർ മണ്ണേശ്വരൻ വണ്ടിയും നേരാക്കി കോൾ മൈനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രവാസിൻ്റെ അമ്മ ഒരു വൈകുന്നേരം ഒരു 6-6:15 ആകുമ്പോൾ ടെൻഷൻ അടിച്ച് തിരികേറി നോക്കുമ്പോൾ എന്താ കാരണം? മകൻ എത്തിയിട്ടില്ല. 6 മണി കഴിഞ്ഞു. ബസ് വന്നപ്പോൾ രോഷാകുലത്തിനിയായ ആ അമ്മ അവനെ വഴക്ക് പറഞ്ഞു. എത്ര പ്രാവശ്യം പറയണം നിന്നോട് 6 മണിക്ക് മുൻപ് വീട്ടിലെത്തണമെന്ന്? പ്രഭാസിൻ്റെ പഞ്ച് ഡയലോഗ്. ഇനി തൊട്ട് ചെയ്യില്ല അമ്മ, 6 മണിക്ക് മുന്നേ തിരിച്ചെത്തിയേക്കാം. എൻ്റെ മുന്നോടെ തിയേറ്ററിൽ ചിരിച്ച് കോഴി. ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാങ് വരും. ശ്രുതി അവിടുത്തെ റൗഡിങ്, ഇത് വേറെ ഗ്യാങ്ങാണ്. ഇവിടെ കുറേ ഗ്യാങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാങ് നമ്പർ 2 എന്ന് വിളിക്കാം. ഗ്യാങ് നമ്പർ 2 വന്നിട്ട് ശ്രുതി ഹോസനെ ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യും. പ്രഭാസാണെങ്കിൽ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ആരെയും കൊല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കമ്പിയിൽ തീർക്കും. ആ കമ്പിയുള്ള ശരിക്കുള്ള കമ്പിയിൽ തീർക്കും. പിടിച്ചമർത്തി വിരലടയാളം വരെ കമ്പിയിൽ ഉണ്ടാക്കും. അത്രയ്ക്കും ദേഷ്യമാണ്. അല്ല, കയ്യിൽ TNT ബാറും വാങ്ങിച്ചിട്ടാണ് അവിടെ കട്ട് ചെയ്താൽ. പിന്നെ അടുത്തത് അവിടെ വീട്ടിലൊരു ആഘോഷമുണ്ട്. ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ കുട്ടി വന്നിട്ട് പ്രവാസിൻ്റെ അടുത്ത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണം പറയും. എന്നിട്ട് പ്രവാസ കത്തി വാങ്ങും. അപ്പോഴാണ് നമ്മുടെ ഭദ്രകാളിയമ്മ
വീണ്ടും ഉറഞ്ഞു തുള്ളാൻ വരുന്നത്. കിരീടത്തിലെ തിലകൻ ചേട്ടൻ കത്തി താഴെയിടറാ പറയില്ലേ, അതേ സീനാണ്. പക്ഷെ ഇവിടെ ഐറ്റം മാറിപ്പോയത്, സീൻ വേറെയാണ് തള്ളേന്ന്. ആരെങ്കിലും ഇതിനൊന്ന് പറഞ്ഞു കൊടുക്ക്. എൻ്റെ നീലണ്ണ ഒരു ദിവസം ഇവിടെ ടീച്ചറെ ആയിട്ട് കുട്ടികളെ നോക്കാൻ പറ്റാണ്ട് അവർക്ക് ബഹളം വയ്ക്കുമ്പോൾ പ്രവാസിൻ്റെ അമ്മ വന്നിട്ട് പ്രവാസിനെ ചോറ് കൊടുക്കുക. അതെങ്കിലും മര്യാദയ്ക്ക് ചെയ്യും പറയും. പക്ഷെ അപ്പോൾ അവിടെയും ശ്രുതി സ്വാതപ്പും കൂട്ടാനെടുക്കില്ല. അപ്പോൾ അമ്മ ആ കൂട്ടാനും കൊണ്ട് അവിടെ പോകും. അവിടെ പോയിട്ടാണ് മോനെ സീനിൻ്റെ ആരംഭം. ശ്രുതി വന്നിട്ട് കൊടുത്തിട്ട് പോകുമ്പോൾ വീണ്ടും ആ റൗഡി ഗ്യാങ് നമ്പർ 2 വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യും. സെൽഫി എടുത്തിട്ട് മെയിൻ ഗ്യാങ്ങിനൊക്കെ അയച്ചു കൊടുക്കും, ഗ്യാങ് നമ്പർ 1. അപ്പം ഈ അമ്മ കൂട്ടാനും കൊണ്ട് വന്നിട്ട് ഒന്നും ചോദിക്കാൻ ആരും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പറയും. പ്രവാസിൻ്റെ ഗ്യാങ്ങിൻ്റെ ഒരു ലീഡറുണ്ട്. അയാൾ പറയും, ഒരാൾ വിചാരിച്ചാൽ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ, പക്ഷേ അത് വേറെ ആരുമല്ല, നിങ്ങളാണ്. അപ്പം ഞാനാണ് വന്നിട്ട് അമ്മ ഞെട്ടത്. അല്ല, നിങ്ങളുടെ മകൻ വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ, പക്ഷേ അവൻ നിങ്ങൾക്ക് സത്യം ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ആരും തല്ലില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ആരും ഒന്നും തട്ടിക്കേൾക്കാൻ പോകണില്ല, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ അവസാനം നമുക്ക് വേറെ വഴിയില്ലാണ്ട് അവനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. തെങ്ങി ഞങ്ങൾക്കാവും. പിന്നെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കും. അത് പണ്ടേതോ കാലത്തെ സീനാണ്. വണ്ടി സ്റ്റാർട്ടാക്കി എല്ലാവരും എള്ളിച്ചു ടബേ അങ്ങനെ എല്ലാവരും അടിച്ചിട്ട് ശ്രുതി രക്ഷിക്കും. പക്ഷെ അപ്പോഴാണ് ഒരു സീൻ, വിറയൽ സീൻ. പിന്നെ ഫുൾ വിറയലാണ്. ഈ വിറയലിൻ്റെ ആഘോഷമാണ്. അതായത് ഈ ഫോട്ടോൻ്റെ പിന്നിൽ പ്രവാസിനെ കാണുമ്പോഴേക്കും മെയിൻ ഗ്യാങ്ങിൻ്റെ ആൾക്കാർ അവിടെ തുടങ്ങും വരയ്ക്കാൻ. പിന്നെ ഇതിൻ്റെ എസ്കേപ്പ് സീൻസാണ്. അവിടെ നിന്നാണ് നമ്മുടെ പ്രവാസിൻ്റെ ഗ്യാങ്ങിലെ ഒരു ലീഡർ എന്ന് പറഞ്ഞില്ല, ആ പുള്ളിക്കാരൻ ശ്രുതി ഹാസൻ്റെ അടുത്ത് ഖാൻ സാറിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും. ലെറ്റ്സ് ഹാവ് ബാക്ക് ടു ഫ്ലാഷ് ബാക്സ്. പൃഥ്വിരാജ് ഈ സ്ഥലം കൊടുത്തല്ലോ റോഡിക്ക്. പൃഥ്വിരാജിൻ്റെ അച്ഛന് ഈ ഡീലിങ്സ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം പുള്ളി അവനെ നാട് കടത്തും. ഒബിയസ്ലി ഒരു 10 വർഷം പുറത്തൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുമ്പോഴാണ് അച്ഛന് അങ്ങനെ മാറ്റമുണ്ടായി. അവനെ തിരിച്ചു വിളിച്ച് അടുത്തുള്ള രാജാക്കന്മാരെയൊക്കെ ദുറയുന്നതാണ്. അടുത്ത് ദുറയൊക്കെയെന്ന് പറഞ്ഞിട്ട് പറയും, ശരി ആയിക്കോട്ടെ. ഇവിടെ പൃഥ്വിരാജും വരും. അച്ഛൻ രാഖി രാമായണം നാടുവിടും. എന്തിനാ ഏതിനാന്നറിയില്ല. ആ അവസരം പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ട്വിസ്റ്റ് നടക്കുമ്പോൾ എന്തായാലും ഒരു ലീഡർഷിപ്പ് ഒരാൾ വേണം. അവൻ്റെ മകളുണ്ട്, ദേവി എന്താ രാധ എന്ന് വിളിക്കാം നമുക്ക്. എൻ്റെ മകളിനെയാണ് ഈ രാജ് ഏൽപ്പിക്കുന്നത്. ഈ രാധ വന്നിട്ട് ഭയങ്കര ഒരു അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ പുള്ളിക്കാർക്ക് അത്യാവശ്യമൊന്നും ചെയ്യില്ല. അങ്ങനെ കുറേ കൗൺസിൽ മെമ്പേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അത് ഓരോ ടെറിട്ടറിക്ക് ഓരോ ലീഡറാണ്. അങ്ങനെ കുറേ 10-60 പേരുണ്ട്. പിന്നെ അതിലൊരു 8 പേര് പിന്നെ മെയിനായിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റത്തിൽ കുറച്ചും കൂടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിലൊരുത്തനാണ് ഈ രംഗ. മറ്റൊരു മെൻ്റൽ പീസും പിന്നെ ജീർദൻ്റെ സിദ്ധാർത്ഥിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഗ്യാങ്സ്റ്റർ അവനും KGF വില്ലനും. ഇവർക്കത് പിടിക്കില്ല. അപ്പോൾ സോ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രത്യേകം അന്ന് തട്ടിയൊക്കെ ഖാൻ സാറിൻ്റെ ലോ പ്രകാരം ടെറിട്ടറി അക്യൂർ ചെയ്യണമെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്താൽ മതി. അപ്പോൾ ഇവർ പറയും, അത് നമുക്ക് എല്ലാവർക്കും കൂടെ പരസ്പരം ഫൈറ്റ് ചെയ്യാം, എന്നിട്ട് പൃഥ്വിരാജിനെയും കൊല്ലാം, പറ്റുന്ന എല്ലാവരെയും കൊന്നിട്ട് ജയിക്കുന്നവർ മൊത്തം കൊടുത്തിട്ട് ആ ഒരു സെറ്റപ്പിൽ പോകും. അപ്പോൾ ഇവർ എല്ലാവരും ശരി അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ കൂടും. അങ്ങനെ ഇവർ 3 പേരും കൂടെ അവിടെ ഫുള്ള് രാത്രി പോയിട്ട് വാട്ടറടി വെട്ടി കുത്തുകയായി ബഹളം. പൃഥ്വിരാജിന് എന്ത് സഹിക്കില്ല. അങ്ങനെ അവസാനം പൃഥ്വിരാജ് നമ്മുടെ അണ്ണാച്ചി പ്രഭാസിൻ്റെ അടുത്തേക്ക് സഹായം തേടി പോകും. റൊമാൻസ് അവിടെ നിന്ന് പ്രവാസിനെ വിളിച്ചിട്ട് ക്യാൻസറിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കുണ്ട്. അവിടെ അതിൻ്റെ എല്ലാ ടെക്നോളജിയും അടിപൊളിയാണ്. പക്ഷേ ലൈറ്റിൻ്റെ കാര്യത്തിലും ഫിംഗർ പ്രിൻ്റ് സ്കാനറും ഒക്കെ പഴയ കാലത്തെ സാധനം. ബുക്കിൽ ഇങ്ക് മുക്കിയിട്ട് കൈപ്പിൻ്റെ രേഖ പതിപ്പിക്കും. അതിപ്പോൾ സ്ത്രീക്ക് അൾട്രാ മോഡേൺ വെപ്പൺസ് യൂസ് ചെയ്യുമെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വാങ്ങിച്ചൂടെ? ചുമ്മാ കയ്യിൽ മഷിയാക്കിയിട്ട് അതിൽ കുത്തിയിട്ട് എന്തിനാണ് വെറുതെ കൈയും ചെയ്തിട്ട് പിന്നെ കൈ കഴുകണം, എന്തൊക്കെ പണിയാണ്. പൃഥ്വിരാജ് ഇവിടുന്ന് തടയാണ്. ഒരു ചൊറിയാൻ വരുമ്പോൾ പൃഥ്വിരാജ് വേണ്ടപ്പോൾ അവസാനം ഒരു സീനുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും മാസമായിട്ടുള്ള സീൻ. കുട്ടനെ റേപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സീനിൽ പ്രഭാസ് കയറി അവനെ പഞ്ഞിക്കുണ്ട്. അവനെ കൊല്ലുമല്ലോ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ മകനെ കൊന്നപ്പോൾ പിന്നെ തുറുങ്കിലിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചങ്ങലയൊക്കെ ഇട്ടിട്ട്
പ്രവാസിനെയും പൃഥ്വിനെയും കൊണ്ടു. ഒരുത്തനുണ്ടല്ലോ 3 പേര്, അടുത്തടുത്തും ഈ മരിച്ചവൻ്റെ അച്ഛൻ്റെ അടുത്ത് മൂപ്പിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് കൊല്ലാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് കാരണമാണ് പ്രവാസ് ഇവനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് പറയും. ഇയാൾ അതേപോലെ പ്രവാസിനെ നോക്കിയിട്ട് പൃഥ്വിരാജിനെ കൊല്ലും. പ്രവാസ് എന്നെ കൊല്ലും. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിൻ്റെ ഒരു സിനിമയിലെ ഒരു ഫസ്റ്റ് സീനിൽ നിങ്ങളിങ്ങനെ തോക്കും പിടിച്ച് നിൽക്കേണ്ട വെടിവെക്ക് പറയുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത പ്രവാസം ഒറ്റയാണെങ്കിൽ തീർക്കേണ്ട സീനാണ്. അങ്ങനെ പ്രവാസ് അവൻ്റെ കൈവിട്ടു, അത് തലയും വിട്ടു. ബലിപേഷ് അന്ന് അവിടെ ചുറ്റിയിരിക്കുന്ന കുറേ സെക്യൂരിറ്റി ഉണ്ട്. അവരൊക്കെ വെറുതെ വായും പിടിച്ച് തോക്കിൽ ലോഡ് വരെ ചെയ്യാണ്ടാണ് തോക്കും പിടിച്ചത്. കൈവെട്ടിയിട്ട് ലോഡ് ചെയ്യാൻ ടൈം കിട്ടി, തല വെട്ടിയിട്ട് പിന്നെ ഇഷ്ടം പോലെ ടൈം കിട്ടി. പക്ഷെ ഒരു വായും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേ തീർക്കാറുണ്ട്. പക്ഷേ പിന്നെ ജയിലിലടയ്ക്കും. അങ്ങനെ ഇവർ ജയിലിൽ നിന്ന് വീണ്ടും റൊമാൻസ്. ഒരു വോട്ടിംഗ് സിസ്റ്റം ഉണ്ടാകും. ഇവർ സീസ് ഫയർ കൊണ്ടൊരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യും. അതായത് കോമ്പോസ് വോട്ടിംഗ് പ്രൊസീജിയറാണ്. അത് വെച്ചിട്ട് ഇവിടെയുള്ള എല്ലാവരും വോട്ട് ചെയ്തിട്ട് സീസ് ഫയർ വേണോ വേണ്ടെന്ന് തീരുമാനിക്കും. വേണം പറഞ്ഞു കഴിഞ്ഞാൽ ആരും പരസ്പരം കൊല്ലില്ല. ഐ മീൻ യുദ്ധമൊന്നും പാടില്ല. സീസ് ഫയറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും അടിച്ച് രാജാവാം. അപ്പോൾ എല്ലാ വോട്ടും ഒരു കൗണ്ട് ചെയ്യും. ഇന്നയാൾക്ക് ഇത് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞ് അവസാനം ഈക്വലാവും. പൃഥ്വിരാജ് മാത്രം ഒരാൾ. അപ്പോൾ അയാളുടെ വോട്ട് എവിടേക്കാണ് പോകുന്നത് അതിനനുസരിച്ചായിരിക്കും ഡിസിഷൻ. അപ്പോൾ ജയിലിലെല്ലാവരും പൃഥ്വിരാജിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വോട്ടിങ്ങിൽ പോകും. എന്നിട്ട് പൃഥ്വിരാജ് സീസ് ഫയറിന് ഫേവറായിട്ട് വോട്ട് ചെയ്യും. അപ്പം ഡാഡി തിരിച്ച് നമ്മുടെ കിങ് വിദേശത്ത് നിന്ന് വരുന്നു. അവസാനം ഈ രംഗൻ ഉണ്ടല്ലോ, അവിടെ കുറേ ഡ്രഗ് അഡിക്ട്സിനെയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്, കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരിനെ ഡ്രഗ് കൊടുത്ത് ചോപ്പ് കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ രംഗം വന്നിട്ട് ഈ പൃഥ്വിരാജിനെ മൊത്തം ചോരയിൽ മുക്കിയിട്ട് ഇതാക്കും. അപ്പോഴാണ് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത്. ആ ഫൈറ്റില്ലായിരുന്നെങ്കിൽ പൃഥ്വിരാജ് ശരിക്കൊരു മണ്ണപ്പനായ. അങ്ങനെ പൃഥ്വിരാജ് അവനെയൊക്കെ അടിച്ചിട്ട് വരും. പിന്നെ അവിടെ നിന്ന് പ്രവാസം ഒരു ടാറ്റു ലേഡിയുണ്ട്. അതായത് ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എൻ്റെ കണ്ണിൽ കാണുന്ന ചിത്രം ടാറ്റു കുത്താൻ പറയും. അതായത് പുലിനെയൊക്കെ വരച്ചിട്ടിരിക്കുന്നു. എന്തിനുണ്ട്. പിന്നെ പ്രവാസം ഫൈറ്റ് തുടങ്ങും. അങ്ങനെ രണ്ടുപേരും കൂടെ അവസാനം ഒരു പോയിൻ്റ് മീറ്റ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഫാൻസിനുള്ള ട്രീറ്റ്മെൻറ്റാണ്. അന്ന് എനിക്ക് ഫാൻസ് ഉണ്ടോ, എനിക്ക് ഫാൻസ്. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ, എനിക്ക്. ഞാൻ വിസിലടിക്കാൻ, നീ വിസിലടിക്കുക, ഇങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ ക്ലൈമാക്സിലേക്ക് കിടക്കണം. പൃഥ്വിരാജിന് ആ ഒരു അഹങ്കാരം കിട്ടും. അതായത് കാൻസാർ മൊത്തം എനിക്ക് വേണം. അതുകൊണ്ടാണ് സീസ് ഫയറിന് അഗെയിൻസ്റ്റായിട്ട് വോട്ട് ചെയ്യുന്നത്. പൃഥ്വിൻ്റെ അച്ഛനില്ല, ഡാഡി ഗിരിജ, പുള്ളിക്കാരൻ കിങ്ങാണതിന് മുമ്പ് വേറൊരാളാണ് ശരിക്കും അവിടെ കിങ്ങാണ്ടിരുന്നത്, ധാരാവുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ കൊന്നിട്ടാണ് ഇയാൾ രാജാവായത്. പക്ഷേ ആ പുള്ളിയുണ്ട്, ആ കൊന്ന ആളുടെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സലാർ, അതാണ് പ്രഭാസ്. അപ്പോൾ അങ്ങനെ പ്രഭാസ് ഹീമാനാണ്. ഫുള്ള് പക്ക ഗ്രീൻ മാൻ, ഹീമാൻ വാട്ടവർ. അടുത്ത പാർട്ടിൻ്റെ ടൈറ്റിൽ എഴുതിക്കാണ്ട് ശൗര്യങ്ക്യ പർവ്വം. ഇനി അതൊക്കെ കണ്ട് അവസ്ഥയെ